കേരള രാഷ്ട്രീയത്തെ നിയമവ്യവസ്ഥയും ഏറെ ഉലച്ച തലശ്ശേരി മുഹമ്മദ് ഫസൽ വധക്കേസിൽ സാക്ഷ്യവിസ്താരം ആരംഭിച്ചതോടെ സിബിഐ പ്രത്യേക കോടതിയിൽ അതിവൈകാരിക രംഗങ്ങൾ. വിചാരണയുടെ ഭാഗമായി കോടതിയിൽ ഹാജരാക്കിയ തൊണ്ടിമുതലുകൾ തിരിച്ചറിയുന്നതിനിടെ കൊല്ലപ്പെട്ട ഫസലിന്റെ ഭാര്യ CH മറിയുമ്മ പൊട്ടിക്കരഞ്ഞു. കൊല്ലപ്പെടുമ്പോൾ ഫസൽ ധരിച്ചിരുന്ന രക്തം പുരണ്ട ഷർട്ട് കണ്ടതോടെ വികാരഭരിതയായ മറിയുമ്മ ഷർട്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് കോടതി മുറിയിൽ വിങ്ങിപ്പൊട്ടിയത്. രക്തക്കറ പുരണ്ട ഷർട്ടിന് പുറമെ സംഭവ ദിവസം ഫസലിന്റെ കൈവശമുണ്ടായിരുന്ന ചെരുപ്പും ടോർച്ചും ഒറ്റനോട്ടത്തിൽ തന്നെ ഭാര്യ തിരിച്ചറിഞ്ഞു. എറണാകുളം CBI പ്രത്യേക കോടതിയിൽ ഇന്നലെ മറിയുമ്മയുടെ സാക്ഷ്യവിസ്താരം പൂർത്തിയായി. തുടർന്ന് കേസ് കൂടുതൽ നടപടികൾക്കായി ഈ മാസം 6 മാറ്റിയിട്ടുണ്ട്. കേസിലെ പ്രധാനപ്പെട്ട തൊണ്ടിമുതലുകളിലൊന്നായ രക്തം പുരണ്ട തൂവാല കോടതി കസ്റ്റഡിയിൽ നിന്ന് കാണാതാവുകയും പിന്നീട് വീണ്ടും പ്രത്യക്ഷപ്പെടുകയും ചെയ്ത സംഭവം വിചാരണ കോടതി ഗൗരവത്തോടെയാണ് കണ്ടത്. കേസ് അന്വേഷണം വഴിതിരിച്ചുവിടാനും തെളിവുകൾ നശിപ്പിക്കുവാനും പ്രതിഭാഗമോ മറ്റാരെങ്കിലുമോ ബോധപൂർവം ശ്രമിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ CBI പ്രത്യേക കോടതി ജഡ്ജി ഹാഫിസ് മുഹമ്മദ് ഉത്തരവിട്ടു. എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയോടാണ് അന്വേഷണം നടത്തി സമഗ്രമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എറണാകുളം CJM കോടതിയിലെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്ന ഈ തുവാല വിചാരണയ്ക്ക് തൊട്ടുമുൻപ് കാണാതായത് വലിയ തർക്കങ്ങൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ചിരുന്നു. തൊണ്ടിമുതലായ രക്തം പുരണ്ട തുവാല എലി കരണ്ട് നശിപ്പിച്ചു എന്ന വിചിത്രമായ റിപ്പോർട്ടാണ് CJM കോടതി ജീവനക്കാർ ആദ്യം വിചാരണ കോടതിക്ക് കൈമാറിയത്. എന്നാൽ സംഭവത്തിൽ കോടതി കൂടുതൽ അന്വേഷണവും റിപ്പോർട്ടും തേടിയതോടെ അപ്രത്യക്ഷമായ തുവാല ദുരൂഹ സാഹചര്യത്തിൽ തിരികെ പ്രത്യക്ഷപ്പെടുകയായിരുന്നു. എപ്പോഴാണ് ഈ തൊണ്ടിമുതൽ തിരിച്ചു കിട്ടിയതെന്ന് കൃത്യമായി പരിശോധിക്കാനാണ് CBI കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. പ്രതികളെ സംരക്ഷിക്കുന്നതിനായി ആരെങ്കിലും മനഃപൂർവ്വം തൊണ്ടിമുതൽ മാറ്റിയതാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണത്തിലൂടെ വ്യക്തത വരുത്തേണ്ടതുണ്ട്. തടിയെടുക്കുമ്പോൾ അല്ലെങ്കിൽ തിരിച്ചു കിട്ടിയ സമയത്ത് ഈ തൂവാല സൂക്ഷിച്ചിരുന്ന കവർ മുറിച്ച നിലയിലാണ് കണ്ടെത്തിയത്. നിലവിൽ കോടതിക്ക് മുന്നിൽ തൊണ്ടിമുതലായി ഹാജരാക്കിയിരുന്ന തൂവാല കേസിന്റെ നിർണായക തെളിവാണ്. കേസന്വേഷണം തിരിച്ചുവിടാൻ പ്രതികൾ ഉപയോഗിച്ചതാണ് ഈ തൂവാലയെന്നാണ് CBI കണ്ടെത്തിയിരുന്നത്. നിലവിൽ ലഭ്യമായ തൂവാല യഥാർത്ഥത്തിൽ കേസിലെ തൊണ്ടിമുതൽ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്താനായി ഫോറൻസിക് റിപ്പോർട്ടും തൂവാലയും തമ്മിൽ വിശദമായ ഒത്തുനോക്കലും സാങ്കേതിക പരിശോധനകളുമൊക്കെ നടക്കും. 2006 ഒക്ടോബർ 22 പുലർച്ചെയാണ് കേരളത്തെ ഞെട്ടിച്ച കൊലപാതകം നടക്കുന്നത്. NDF പ്രവർത്തകനും തേജസ് പത്ര ഏജന്റുമായിരുന്ന തലശ്ശേരി പീലാക്കുൽ ഒളീലക്കണ്ടി മുഹമ്മദ് ഫസൽ പുലർച്ചെ പത്രമെടുക്കാൻ പോകുന്നതിനിടയിൽ തലശ്ശേരി ജഗന്നാഥ ടെമ്പിൾ റോഡ് ലിബർട്ടി ക്വാർട്ടേഴ്സിന് മുന്നിൽ വെച്ച് അക്രമികളുടെ വെട്ടേറ്റ് കൊല്ലപ്പെടുകയായിരുന്നു. തുടക്കത്തിൽ ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസിൽ CPM പ്രവർത്തകർക്കെതിരെയായിരുന്നു പ്രധാന ആരോപണം ഉയർന്നത്. എന്നാൽ പോലീസ് അന്വേഷണം തൃപ്തികരമല്ല എന്നും സത്യസന്ധമായ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് ഫസലിന്റെ ഭാര്യ CH മറിയുമ്മ ഹൈക്കോടതിയെ സമീപിച്ചു. 2008 ഫെബ്രുവരിയിലാണ് ഹൈക്കോടതി കേസ് CBIക്ക് കൈമാറിയത്. CBI അന്വേഷണം പൂർത്തിയാക്കി CPM നേതാക്കളായ കാരായി രാജൻ, കാരായി ചന്ദ്രശേഖരൻ എന്നിവരുൾപ്പെടെ 8 പേരെ പ്രതിയാക്കി 2012 കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. അതിനുശേഷം വളരെക്കാലം രാഷ്ട്രീയ നിയമ പോരാട്ടങ്ങൾ നിലനിന്ന കേസിൽ പിന്നീട് പുതിയ വഴിത്തിരിവുണ്ടായി. CPM പ്രവർത്തകൻ പടുവിലായി മോഹനൻ വധക്കേസിൽ അറസ്റ്റിലായ RSS പ്രവർത്തകൻ എബ്രൻറ്റവിടെ സുബീഷ് ഫസലിനെ കൊലപ്പെടുത്തിയത് തങ്ങളടങ്ങുന്ന സംഘമാണെന്ന് പോലീസിന് മൊഴി നൽകിയതോടെ കേസിൽ വീണ്ടും നിയമ പോരാട്ടങ്ങൾക്ക് വഴിയൊരുങ്ങി. ഏറെക്കാലത്തെ നിയമ തടസ്സങ്ങൾക്ക് ശേഷമാണിപ്പോൾ CBI പ്രത്യേക കോടതിയിൽ കേസിന്റെ വിചാരണയും സാക്ഷ്യവിസ്താരവും സജീവമായി പുരോഗമിക്കുന്നത്.